കുട്ടാ കുട്ടാ Hi dear, how are you? ഫൈൻ. താങ്ക് യു. അനിയന്റെ പേരെന്താ? ഐ ആം മുട്ടൻ ഫ്രം കാട്ടക്കൽ. വെരി നൈസ്. ഛേ, ഏതവനാ ഈ നേരത്ത്? ഓ യവനോ. ആ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കടേ. വിവരം കെട്ടവൻ, ഇവനൊക്കെ വിളിക്കാൻ കണ്ട നേരം. പോയോ? ആ ബൈ ദ ബൈ, ആരാ ഈ കുട്ടൻ? എന്റെ ബ്രദറാ. കുട്ടൻ മുട്ടൻ, മുട്ടൻ മട്ടൻ. നല്ല ചേർച്ച. അല്ല, നിങ്ങൾ ഇരട്ട പറ്റതാണോ? അല്ല, ഞങ്ങളുടെ അമ്മയാ ഇരട്ട പറ്റത്. കോമഡി കോമഡി. തമാശക്കാരെനിക്ക് ഭയങ്കര ഇഷ്ടാണോ. എടാ മോനെ, നിന്റെ തമാശയ്ക്ക് ഇനി ചുണ്ടുവിന്റെ വയറ്റിൽ. ചുണ്ടുവിനോടാ കളി. ആട്ടക്കുട്ടാ, കുട്ടന്റെ അനിയനെ കാണിച്ചു തന്നാൽ എനിക്കെന്ത് കിട്ടും? എന്ത് കിട്ടണം? ചിക്കൻ ചുക്ക്, ചിക്കൻ ഡേഞ്ചർ, ചിക്കൻ. ഒന്നും വേണ്ടടേ. കുട്ടനെയും മുട്ടനെയും ഒരുമിച്ച് തട്ടാം, ബാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ഒന്നാന്തരം മട്ടൻ ഉള്ളപ്പോൾ എന്തിനാ ചിക്കൻ? എനിക്കൊന്നും വേണ്ടായേ. നമുക്ക് സ്നേഹമല്ല അനിയാ വലുത്. വാ, കം ഓൺ, ഫോളോ മീ. എങ്ങോട്ടാ? നിനക്ക് നിന്റെ അനിയനെ കാണണ്ടേ? കാണണം. എങ്കിൽ സമയം പാഴാക്കാതെ എന്റെ കൂടെ കമോൺ. കാട്ടിലെ ആടിന്റെ തോല് കൊണ്ടുണ്ടാക്കി. അല്ല, എങ്ങോട്ടാ? ആ പാറക്കെട്ടിലേക്ക്. കുട്ടനെ കാണണ്ടേ? കുട്ടനെ കണ്ടുപിടിക്കുന്നത് വരെ എനിക്കിനി വിശ്രമമില്ല. ആ പാറയിടുക്കിൽ നിന്റെ അനിയനെ രാവിലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, എന്റെ അനിയൻ അങ്ങനെ അപകടം നിറഞ്ഞ സ്ഥലത്തേക്കൊന്നും പോകില്ല. ഇതിലെന്തോ ചതിയുണ്ട്. വരൂ. എന്റെ അനിയനെ ആ പാറയിടുക്കിൽ കണ്ടെന്നത് സത്യമാണോ? അസത്യം, സത്യം, അസത്യം. ദാ ഇവിടെ തന്നെ. അല്ല, നീ പറയുന്നത് കളവാണ്. ഈശ്വര, ജീവിതത്തിൽ ഇന്നേ വരെ ഞാനൊരു സത്യം കളവ് പോലും പറഞ്ഞിട്ടില്ല. എന്നെ വിശ്വസിക്കൂ. പുല്ലേ, നീ സത്യം പറയാനോ? ഞാനിത് വിശ്വസിക്കില്ല. സ്നേഹത്തിലും ഒത്തൊരുമയിലും കഴിഞ്ഞുകൂടിയിരുന്ന ഞങ്ങളുടെ പിതാമഹന്മാരെ കള്ളം പറഞ്ഞും മേശണി കൂട്ടിയും തമ്മിലടിപ്പിച്ച് മുതലെടുപ്പ് നടത്തിയവരല്ലേ നിന്റെ മുത്തച്ഛന്മാർ? ആ സ്വഭാവം തന്നെ ആയിരിക്കുമല്ലോ ആ വർഗത്തിൽപ്പെട്ട തനിക്കും. വഞ്ചനയിലൂടെയും ചതിയിലൂടെയും നേടുന്ന സുഖസൗകര്യങ്ങൾ അധികകാലം നിലനിൽക്കില്ല എന്ന് നിന്റെ മുത്തച്ഛന്മാരുടെ ദാരുണമായ അന്ത്യത്തിൽ നിന്ന് നീ പഠിച്ചില്ലേ? യവൻ ആട്ടം പഠിച്ച ആടാ. യവനെ വീഴ്ത്താൻ സെന്റിമെന്റ്സ് ഇറക്കി നോക്കാം. അയ്യോ 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 അയ്യോ, ഈശ്വര, ഞാനൊരു കുറുക്കനായി ജനിച്ചു പോയല്ലോ. അതുകൊണ്ടല്ലേ എന്റെ മുത്തച്ഛന്മാർ ചെയ്ത തെറ്റിന് ഞാൻ ഈ പഴി കേൾക്കേണ്ടി വരുന്നത്. ലോകത്തിൽ ഒരു കുറുക്കനും എന്റെ ഈ ഗതി വരുത്തരുതേ ഈശ്വര. കേൾക്കണം, ഞാനിത് കേൾക്കണം. കൈ വളരുന്നോ വാൽ വളരുന്നോ എന്ന് നോക്കി ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹിച്ചു പോയി. എന്റെ സെന്റിമെന്റ്സ് യേശുന്നുണ്ട്. ഒന്നുകൂടി സ്ട്രോങ് ആക്കാം. ചുണ്ടുവിനോടാണ് എന്റെ കളി. അനിയ, ആ കാലൊന്നും ഇങ്ങോട്ട് നീട്ടു. എന്റെ മുത്തച്ഛന്മാർ ചെയ്ത തെറ്റിന് ആ കാലിൽ വീട് ഞാൻ മാപ്പ് ചോദിക്കട്ടെ. കാലിങ് നീട്ടു. എടാ കുറുക്കന്റെ മോനെ, ആട് അങ്ങാടിയിൽ പോയ പോലെ എന്നൊരു ചൊല്ല് നീ കേട്ടിട്ടുണ്ടോ? ആ ആട് ഞാനായിരുന്നു. അങ്ങാടിയിൽ ചെന്നപ്പോ മനുഷ്യർ ചോദിക്കുകയാണ്, സ്വാതന്ത്ര്യം കിട്ടി 60 വർഷം കഴിഞ്ഞിട്ടും എന്തേ കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി വിളമ്പുന്നതെന്ന്. അതിന്റെ കാരണം നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ തട്ടിപ്പിൽ വീഴാൻ കുട്ടനെയും മുട്ടനെയും കിട്ടില്ല കേട്ടോ പൊട്ട കുറുക്ക. ഐ ആം മുട്ടൻ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ബ്ലഡി പോപ്പ്.